നോമ്പ് സമയത്തൊക്കെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു നെത്തോലി മീൻ വെച്ചിട്ടുള്ളൊരു നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല പഞ്ഞി പോലെ തരുകൊക്കെ മുരിഞ്ഞൊരു അപ്പത്തിൻ്റെ റെസിപ്പിയും പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ സമൂസയുടെ റെസിപ്പിയും കൂടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പീസൊക്കെയാണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അപ്പത്തിനുള്ള അരി ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു 2 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് കുതിർത്തെടുത്താണ്, ഒരു 6 മണിക്കൂറൊന്ന് കുതിർത്തെടുത്താണ്. ആ ഒരു പച്ചരി നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പോളം തേങ്ങയും 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1/2 കപ്പ് ചോറ് വേവിച്ച ചോറും പിന്നെ 1 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ അരച്ചെടുത്ത മാവ് ഞാൻ ഓൾറെഡി നേരത്തെ മാവ് അപ്പമൊക്കെ വെച്ചിട്ടിട്ട് കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ചൊന്ന് പുളിച്ചൊന്ന് ഇരിക്കാൻ കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു മാവ് ഒഴിച്ച് വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പോൾ ഒരു മണിക്കൂർ മുന്നേയൊക്കെ നമ്മളിത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉടനെ അപ്പം തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പം പുളിച്ച ഒരു മണവും ടേസ്റ്റും ഒന്നും കാണുന്നത് നല്ല പെർഫെക്റ്റ് സ്മെല്ല് ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ മാവൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊന്തി വന്നതിന് ശേഷം ഞാൻ ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ചുടുന്ന സമയത്തെടുത്ത് പുറത്ത് വെച്ചാൽ മതി. പിന്നെ അത് ഒരു മീൻകറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാകും ഉലുവ, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം ഇല്ലാതാണ് പെരിഞ്ജീരകം, പിന്നെ ഒരു 10-25ഓളം ചെറിയ ഉള്ളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു കൈപ്പിടി നിറച്ചും കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറിക്ക് നിറച്ച് കറിവേപ്പില ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നെത്തോലി മീൻ ആയതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം ഉലുവ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 10-12 വരെയാകും കാശ്മീരി ചില്ലിയാണ്, നല്ല കളറുള്ള മുളകാണ്. നന്നായിട്ടൊന്ന് കഴുകി അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അതും കൂടെ നമുക്ക് ഇനി ഒരു മസാലയോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശമൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി വരണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളകും, ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ് അത് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ജ്യൂസും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കറിക്ക്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ആവുന്ന സമയത്ത് ഒരു നുള്ള് അയമോദകയില്ലേ അതൊരു നുള്ള് ചേർത്ത് കൊടുക്കാം. കറിക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കൂട്ടും. ഒരുപാടായി പോകില്ല, എങ്കിൽ വേറൊരു കുത്തൽ ഫീൽ ഉണ്ടാകും. അപ്പോൾ അത്രയും മാത്രം മതി. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് നമുക്ക് വഴിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്ററിന് അരച്ചെടുക്കണേ. ഇനി ഒരു അരച്ചെടുത്ത കൂട്ട് നമുക്കിനി ഒരു കറി വയ്ക്കുന്ന ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടൈമിൽ നോക്കണം കേട്ടോ, കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഓവർ വെള്ളമാക്കാനും പാടില്ല, എന്നാൽ തീരെ കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിക്കാണ് കിട്ടാനായിട്ട്. ഇനി ഞാൻ അതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള നെത്തോലി മീനാണ്. അത്യാവശ്യം കൂടുതലുണ്ടായിരുന്ന നെത്തോലി മീൻ. അപ്പോൾ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഓവറായിട്ട് വറ്റരുത്, എങ്കിലും ഒരു വിധമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഒരു 8-10 മിനിറ്റ് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചൂട് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഒന്നും കൂടെ തിക്കാവുന്നത് കറി. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുകളിൽ കണ്ടോ അതിനോട് നെയ്യൊക്കെ തെളിഞ്ഞ് കുറച്ചും കൂടെ കറി ഒന്ന് തിക്കായിട്ടുണ്ടേ. അപ്പോൾ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി തയ്യാറാക്കുന്ന ഒരു വെജിറ്റബിൾ സമൂസയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു സമൂസ റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് ഒരു കടായിലോട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണ വേണ്ട നമുക്കിതിലേക്ക്. പിന്നെ ഒരു 3 സവാളയും ഒരു ക്യാരറ്റും കൂടെ, ചെറിയ സവാളയാണ് 3 എടുത്ത്, പിന്നെ ഒരു ക്യാരറ്റും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഓവറായിട്ട് നമ്മളിത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചാണ്, ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രം ചതച്ചത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ്. ഇത് നമ്മൾ സോക്ക് ചെയ്തിട്ട് ഒന്ന് കുക്കറിൽ 2-3 വിസിലെടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ചാറ്റ് മസാലയാണ്. അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും ഈ ഒരു സമൂസ ഫില്ലിങ്ങിന്. പിന്നെ കുറച്ച് മല്ലിയിലരിഞ്ഞും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കും. ഇനി ഞാൻ അവിടെ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമൂസ ഷീറ്റ് തന്നെ അതെടുത്തിട്ട് അതൊന്ന് ഓരോ ലീഫ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ ഒന്ന് അറിയാമല്ലോ ഇങ്ങനെ സമൂസ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണേ. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് മസാല വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ 2-3 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയൊന്ന് പേസ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ ഒരു പേസ്റ്റ് ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ സൈഡിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്.
ഇതുപോലെ ഒരു പേസ്റ്റ് ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചൊന്നെടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമൂസ ഒന്ന് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിലൊന്ന് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റും ഒന്നും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ടും ആ ഒരു കളറൊക്കെ ഒന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത് നഗ്ഗറ്റ്സാണ്. ഇതിനെ ഓൾറെഡി ഫ്രിഡ്ജിൽ ഞാനിത് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തലേ ദിവസം ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. നോർമൽ ഇതിൻ്റെ ഒരു റെസിപ്പി വേണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചെയ്യാം ഇതിൻ്റെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നഗ്ഗറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതേ ഓയിലിലേക്കാണ് കേട്ടോ സമൂസയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണയ്ക്ക് നല്ലോണം ചൂട് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് ആക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി ചൂടായി പോയി കഴിഞ്ഞാലും പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സമൂസ ഇവിടെ ഒരു ബാച്ച് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് മാത്രം ഫ്രൈ ചെയ്തിട്ട് ബാക്കി ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ പുറത്ത് എടുത്ത് നമ്മൾ എപ്പോഴാണ് ഫ്രൈ ചെയ്യുന്നത് ആ ഒരു 2-3 മിനിറ്റ് മുന്നേ ഒന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. കുറേ നേരം അങ്ങനെ പുറത്തെടുത്ത് വെക്കണമെന്ന് ഒരാവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ ഇതൊക്കെയാണ്. നോമ്പ് കഞ്ഞിയുണ്ട്, സമൂസ, പിന്നെ അതുപോലെ നഗ്ഗറ്റ്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സും ഡേറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഫുഡ് കഴിക്കില്ല. കുറച്ച് ഇടത്താഴ സമയത്താണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുന്നത്. രാത്രി കാണുന്ന സമയത്ത് കിടക്കുന്നതിന് കുറച്ച് മുമ്പൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് മീനൊന്ന് ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുത്ത് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മീൻ കറിയാണ്. ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ആ മാവ് നമ്മൾ അരച്ചത് ഫ്രിഡ്ജിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം പുറത്തിരുന്ന് കഴിഞ്ഞാൽ മാവ് ഒരുപാട് അങ്ങ് പുളിച്ച് ഒരു വേറൊരു സ്മെല്ലൊക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലാണ് വെച്ചത്. നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നതിന് കുറച്ച് മുന്നേ ഞാൻ അടുത്തൊന്ന് വെളിയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത് കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ അറിയാം മാവ് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും. ഇനി അതൊരു അപ്പച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ കൊണ്ടതിന് ശേഷം ആ ഒരു മാവിന് കോരി വെച്ച് ചുറ്റിച്ചെടുക്കുകയാണേ. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് അതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അതായത് ഇങ്ങനെ മാവ് ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ കറക്കാറിനുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താലും മതിയാകും. അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ലോണം സൈഡൊക്കെ ഒരു നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള അപ്പമാണേ. അപ്പോൾ നിങ്ങൾ അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ റീൽസ് ഞാൻ ഇടുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് നിങ്ങൾ താഴെ കമൻറ്റ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. തീർച്ചയായിട്ടും അത് ശരിയായിട്ട് വരും. പിന്നെ നമ്മൾ എടുക്കുന്ന പച്ചരിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും മാറ്റങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ആ ഒരു മീൻ കറി തയ്യാറാക്കി വെച്ച മീൻ കറിയില്ലേ, അതും ആ ഒരു അപ്പവും പൊരിച്ച മീൻ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ വീട്ടിലേക്ക് എൻ്റെ ഉമ്മ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പവും കാണും, ഇതുപോലത്തെ ഒരു മീൻ കറിയും പൊരിച്ച മീൻ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ റെസിപ്പി നിങ്ങൾ ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.